ഹലോ ഗായ്സ്, ഹാപ്പി ഓണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താ പറയണ, എല്ലാവർക്കും ഓണസദ്യയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു നല്ല വാർത്തയായിട്ട് ഞാൻ വന്നത്. എനിക്ക് തുടങ്ങുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. അൻപേരുകളെ ഫ്രണ്ട്സ് കേട്ടിരിക്കുക. സംഭവം എന്ന് വെച്ചാൽ ഈ ഇപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗും ലൈഫ് സ്റ്റൈൽ വീഡിയോയും ട്രാവലിംഗ് വീഡിയോസും അങ്ങനത്തെ ടെക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഐ റെസ്പെക്ട് ദാറ്റ്. ഭയങ്കര ഹാർഡ് ജോലിയാണ്. എനിക്ക് പൂർണ്ണമായി അവരോട് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ അവർ ഒരു ദിവസം വന്ന് പെട്ടെന്ന് ഈ ഫോൺ വാങ്ങിക്കും, ഈ ഫോൺ സൂപ്പറാണ്, ഇതിൻ്റെ ഫീച്ചർ അടിപൊളിയാണ്, മാങ്ങയ തേങ്ങയ കൊടുത്തേക്കർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പ്യുവർ എന്താ പറയണ പ്രൈസ് അല്ല, കാശ് മേടിച്ച് അഡ്വർടൈസ്മെൻറ്റാണ്. അത് കണ്ട് നിങ്ങൾ ഫോൺ എടുക്കാനോ ഒന്നും എടുക്കുമല്ലോ ഉള്ള കാര്യം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ അവർ നിങ്ങളുടെ കാശിനോട് ഒരു വിലയില്ല, ഒരു ബഹുമാനവും ഇല്ലാതെ എന്താ പറയണേ, ഞാൻ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. അവർ ഇൻഫ്ലുവൻസേഴ്സാണ്, അവരുടെ രീതി ഓഫ് കാശ് ഉണ്ടാക്കുന്നത് അതുവഴിയാണ്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയുക, ഇങ്ങനെ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ലോയൽറ്റി ഇല്ലാതെ ജസ്റ്റ് പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റ് മാത്രമാണ്. അത് കണ്ട് ഫോൺ കൊള്ളാമെന്നും പറഞ്ഞ് പോയി എടുക്കരുത്. ആൻഡ് ഇന്നത്തെ ഈ റിവ്യൂവിനകത്ത് എനിക്ക് ഒരു രൂപയും കിട്ടത്തില്ല, ഇത് സെല്ലായ ഒരു കമ്മീഷനും കിട്ടത്തില്ല. അങ്ങനെയൊക്കെ രണ്ടോ നമ്പർ കമൻറ്റ് പറഞ്ഞുകൊണ്ട് പറയാം. എനിക്കിതിൽ നിന്ന് ഒരു രൂപ ലാഭം പോലും ഈ ഫോൺ ഇവിടെ കൊള്ളാമെന്ന് പറയുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് ഓണ സമയത്ത് എന്താ പറയുക, മാർക്കറ്റെല്ലാം കുത്തനെ പോവുക. വിലയൊക്കെ കണ്ട് എനിക്ക് കാണാൻ വയ്യ. ഫോണിൻ്റെ ഒക്കെ വിലയ്ക്ക് എന്തോരോ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ആ സമയത്ത് ഗൈസ്, ദിസ് ഈസ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞ മേടിച്ച അച്ഛന് വേണ്ടി മോട്ടോയുടെ എഡ്ജ് 70 Pro 40,000 രൂപയ്ക്കകത്ത്. അല്ലെങ്കിൽ അച്ഛന് നല്ലൊരു ഫോൺ വേണമായിരുന്നു, എല്ലാം പർപ്പസ് നടക്കുന്ന, എല്ലാം അത്യാവശ്യം സ്പീഡായിരിക്കണം, കറങ്ങരുത്, ഒരു പ്രശ്നമൊന്നും ഇല്ലാത്ത. ഞാൻ വിചാരിച്ച് 1-1.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്കുള്ള ഫോണൊന്നും ആവശ്യമില്ല. എന്നാൽ 10-30,000 രൂപ എടുത്ത് ഇൻഫീരിയർ ഫോൺ വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഓൾമോസ്റ്റ് പ്രീമിയം ഫ്ലാഗ്ഷിപ്പിൻ്റെ കൂടെ കടപിടിക്കുന്ന, എന്നാൽ മോട്ടോ മണ്ടന്മാരെ പ്രോപ്പർലി മാർക്കറ്റ് ചെയ്യാത്തൊരു ഫോണാണ്. ഇത് ഇറങ്ങിയപ്പോൾ 35 രൂപയൊക്കെ ഉള്ളായിരുന്നു, ഇപ്പോൾ 40 രൂപയാക്കി. 40 രൂപയ്ക്ക് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സർ, ഡിമെൻസിറ്റി 8500. ഗൈസ്, അടിപൊളി പ്രോസസ്സർ കേട്ടോ. അടിപൊളി പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഒക്ടാകോർ പ്രോസസ്സറാണ്. ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും AnTuTu സ്കോർസ് ഒക്കെ പോയി 2.2 മില്യൻ്റെ മേളിലൊക്കെയാണ്. വെരി പവർഫുൾ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രോസസ്സറാണ്. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഈ പ്രോസസ്സർ വേറൊരു ഫോണിനകത്തുണ്ട്, ഷവോമി 17T. അത് ഭയങ്കര ഹെവി ഗെയിമിംഗ് ഫോണും ക്യാമറ ഫോണൊക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങണേ. ആ സെയിം പ്രോസസ്സർ അതിനകത്ത്. ആൻഡ് ആ ഫോണിൻ്റെ വില 65,000 മേളിലും ഇതിന് 40,000 താഴെ നിങ്ങൾക്ക് കാർഡ് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്, അതിലും താഴെ കിട്ടും. എനിക്ക് വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രോസസ്സർ അല്ലാതെ ഏറ്റവും എന്നെ ഇമ്പ്രസ് ചെയ്തത് ഇതിൻ്റെ ബാറ്ററി ലൈഫ്. 6500 mAh ആണ്. 6500 mAh എന്ന് പറയുമ്പോൾ ഗൈസ്, ഈ പ്രോസസ്സർ അത്യാവശ്യം, ഈ ഡിമെൻസിറ്റിയുടെ 8500 എക്സ്ട്രീം എന്ന് പറഞ്ഞ പ്രോസസ്സർ അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും കിടിലം ബാറ്ററി ലൈഫും കൂടെ ഉണ്ടായതുകൊണ്ട് ഇറ്റ്സ് ആക്ച്വലി റിയലി നൈസ്. ഭയങ്കര അടിപൊളി പ്രോസസ്സർ. ഭയങ്കര അടിപൊളി എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു 2 days വേണമെങ്കിൽ പുഷ് ചെയ്താൽ കിട്ടുന്ന ഒരു ബാറ്ററി ലൈഫ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മോട്ടോ ബോക്സിൻ്റെ അകത്ത് തന്നെ നല്ല സൂപ്പർ ഫാസ്റ്റ് ചാർജറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. കൊണ്ടുപോയി കുത്തിയിട്ടാൽ പടേന്ന് ചാർജ് കയറുകയും ചെയ്യും. സോ ഓൾ ഇൻ ഓൾ ബാറ്ററി സെഗ്മെൻറ്റും പെർഫോമൻസ് സെഗ്മെൻറ്റും എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്ത്. വേറെ എന്നെ ഇമ്പ്രസ് ചെയ്തെന്ന് വെച്ചാൽ ഗൈസ്, ഈ ക്യാമറ സിസ്റ്റം 1, 2, 3 വർക്കിംഗ് ആണ്. 3 ഫേക്കും വാങ്ങാത്തൊരിതൊന്നുമല്ല. വർക്കിംഗ് ക്യാമറേനകത്ത് 3 50 മെഗാപിക്സലാണ്. എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തതെന്ന് വെച്ചാൽ, സോ കോൾഡ് ക്യാമറ ഫോൺസ് എന്ന് പറഞ്ഞ് കുറേ കമ്പനി ഇറക്കുന്നുണ്ട് 50,000 രൂപയ്ക്ക്. 2 സെൻസറും വെച്ച് ഒരു ഡ്യൂപ്ലിക്കേറ്റ് 2 MB ഫ്ലൈറ്റ് ഓഫ് മൈൻഡ് മോഷൻ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് കുറേ സാധനം ചെയ്യുന്നതിന് ഒരു പ്രോപ്പർ 3 സെൻസറും കൊടുത്തിട്ട് അതിനകത്ത് ഒരെണ്ണം 3.5x പെരിസ്കോപ്പും കൂടെയാണ്. ആ വിലയ്ക്ക് ഗൈസ്, ഈ വിലയ്ക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ദി ബെസ്റ്റ് എന്നൊന്നും ഞാൻ ഇവിടെ ഒന്നും പറയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വളരെ നല്ലൊരു ഫോണായത്. ഗൈസ്, ഒരു കാര്യം, നിങ്ങൾക്ക് കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ശരിക്കും ആ ലൈക്കും ആ സബ്സ്ക്രൈബും എന്നെ ഒന്ന് ഹൈപ്പ് ചെയ്താണെങ്കിൽ എനിക്കൊരു നല്ല ഭയങ്കര ഗുണമാണ്. ഇതുപോലെ ജെനുവിൻ യൂസ്ഫുൾ ടെക് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ചാനൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ്. എനിക്ക് ഭയങ്കര ഗുണമാണ്. താങ്ക് യു. വളരെ നല്ല ഫോണെന്ന് വെച്ചാൽ വളരെ നല്ല ക്യാമറ ഫോണാണ്. ഔട്ട്ഡോഴ്സിലൊക്കെ പോവുകയാണെങ്കിൽ മോട്ടോയുടെ പ്രോസസ്സിങ് പണ്ടത്തെ കണക്കല്ല, നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്താ പറയുക, സൂപ്പർ, അത്യാവശ്യം റിയലിസ്റ്റിക് എന്നാൽ ഏർപ്പിക്കുന്ന സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് തന്നെയാണ്. ലേഡീസിനൊക്കെ ഈ ഫോണിനകത്ത് എടുത്ത ഫോട്ടോസ് ഭയങ്കര ഇഷ്ടപ്പെടും. വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ള, ലോ ലൈറ്റ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും മോട്ടോയുടെ ക്യാമറ സിസ്റ്റത്തിന്, അല്ലെങ്കിൽ പ്രോസസ്സറിനകത്ത് ചെറിയ ചെറിയ ഡ്രോബാക്സ് എന്നൊക്കെ എനിക്ക് പറയുക. ബാക്കിയെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ സത്യം നന്നായിട്ട് പറയാം, ക്യാമറ സിസ്റ്റം അടിപൊളി, വീഡിയോ നല്ലതാണ്, അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത സാധനം എന്ന് വെച്ചാൽ,
പിടിക്കാൻ വളരെ നല്ല ഫോണാണ്. കയ്യിൽ ഗുഡ് ടു ഹോൾഡ്, ഗുഡ് ടു റീച്ച് ഇൻ, എല്ലാ രീതിയിലും നല്ലതാ. ഭയങ്കര സ്നാപ്പിയാണ്, അനിമേഷൻസ് ഒന്നും കാര്യമില്ല. അത്യാവശ്യം ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ആണെങ്കിലും ഭയങ്കര സ്നാപ്പിയാണ്. വേറൊരു കാര്യം എനിക്ക് ഇതിൻ്റെ അകത്തോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊക്കെ ആണെങ്കിലും ഇതിന് മിലിറ്ററി സ്റ്റാൻഡേർഡ് കംപ്ലയൻസ് ഉണ്ട്. IP60A69 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ കൂടത്തിൽ തന്നെ എന്നെ ഇച്ചിരി കൂടി ഇമ്പ്രസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കിയത് ചില ഫോണിനകത്തെ ഹൈറസ് വയർലെസ് ഓഡിയോ സപ്പോർട്ട് ഉണ്ടാകും. അത് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇയർഫോൺസിനകത്തൊക്കെയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കകത്തൊക്കെയും നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരത്തില്ല. വേറെ 2-3 കീ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ UFS 4.1 4.X അല്ല, സാംസങ്ങിൻ്റെ 1,00,000 രൂപയുടെ മേളിലോട്ടുള്ള ഫോണിനകത്ത് അവർ 4.X എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നു. അതൊന്നുമല്ല, 4.0 അത്രയേ ഉള്ളൂ. ഇതിനകത്ത് 4.1 ഈ വിലയ്ക്ക് അവന്മാർ കൊടുത്തിട്ടുണ്ട്. കൂഡൂസ്, താങ്ക്സ് എ ലോട്ട്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ക്യാമറയെ കുറിച്ച് പറഞ്ഞു, ബാറ്ററിനെ കുറിച്ച് പറഞ്ഞു, ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5200 nits വരെ പീക്ക് ബ്രൈറ്റ്നസ് പോകുന്ന HDR സപ്പോർട്ടും എല്ലാ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ. അത്യാവശ്യം നല്ല റിഫ്രഷ് റേറ്റ് ഉണ്ട്, സ്മൂത്ത് ആണ്. എനിക്ക് തോന്നുന്നു LTPO ടെക്നോളജി ഇല്ല, പക്ഷേ യു വോണ്ട് മിസ് ഇറ്റ്. കാരണം ഇതിനകത്ത് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ടായതുകൊണ്ട് തന്നെ LTPO ഞാനും മിസ് ചെയ്തിട്ടില്ല കേട്ടോ. LTPO മിസ് ചെയ്യുന്നത് ബാറ്ററി ലൈഫ് കുറവുള്ള ഫോണിനകത്ത്. ഇതിനകത്ത് ആ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് LTPO നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നില്ല. വേറൊരു സാധനം എന്ന് വെച്ചാൽ, ഓൾ അറൗണ്ട് ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്നതന്നെയാണ് കണ്ട്. ഈ ഓണ മാർക്കറ്റിൽ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ചിപ്സെറ്റിൻ്റെ വിലയൊക്കെ ഭയങ്കര കൂടുതലാണ്. ആ വിലയ്ക്ക് നിങ്ങൾക്ക് 40,000 രൂപയ്ക്കകത്ത് ഈ മോട്ടോയുടെ ഈ ഫോൺ എനിക്ക് തോന്നുന്നു പ്യുവർ വാല്യൂ ആണിത്. കാരണം എല്ലാ രീതിയിലും ഒരു 10,60,70,000 രൂപയുടെ കൂടെക്കട പിടിക്കുന്ന ഫോണാണ്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, എനിക്കൊരു 3 വർഷം മുന്നേ, ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, 3 വർഷം മുന്നേ 3 വർഷം മുന്നേ ഞാൻ മോട്ടോൺ ഈ ചാനലിൽ വലിച്ചു കീറിയിട്ടുണ്ട്. ഇവന്മാരുടെ സോഫ്റ്റ്വെയർ കൊള്ളത്തില്ല, സോഫ്റ്റ്വെയറിനാണോ വര വീഴുന്നുണ്ട്, മോട്ടോ മാങ്ങയാണ് തേങ്ങ ചക്കയെന്ന് പറഞ്ഞ് വലിച്ചു കയറിയിട്ടുണ്ട് പച്ചയ്ക്ക്. പക്ഷെ അതിൽ നിന്ന് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇവന്മാർ ഇപ്പോഴും ഇതിന് 3 വർഷത്തെ OS അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. ഇപ്പോഴും ഇവന്മാരുടെ OS അപ്ഡേറ്റ് ലേറ്റ് ആണെങ്കിലും തരുമ്പോൾ അത് മെനയാക്കി തരും. പിന്നെ ഗൈസ്, ഫോൺ ഇറക്കിയിട്ട് ഒരുപാട് നാളായി, ഒരുപാട് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ മോട്ടോയുടെ സർവീസ് സെൻറ്ററിൽ പോകുമ്പോൾ അവർ നല്ല ബാക്കപ്പും സപ്പോർട്ടും ഉണ്ടെന്ന് പറയണേ. കമ്പനി പൂട്ടി പോകുന്ന പ്രശ്നമൊന്നും നിങ്ങൾക്കില്ല ഗൈസ്. ഓവറോൾ ലെനോവോ മോട്ടോനെ മേടിച്ചതിന് ശേഷം മോട്ടോയ്ക്ക് ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്, ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല. ആൻഡ് ഇപ്പം മാർക്കറ്റിൽ അത്യാവശ്യം വാല്യൂ ഫോർ മണി കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇത് നല്ല ഫോൺ ഇതാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ സൂപ്പർ സ്പീക്കർ സിസ്റ്റമാണ്. അത്യാവശ്യം നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്കും ടാക്ടൈൽ ഫീഡ്ബാക്കും ഒക്കെ ഉണ്ട്. വിവോൻ്റെയും ഒപ്പോൻ്റെയും കണക്ക് 50,000 രൂപ മേടിച്ചിട്ട് കാട്ടുചാത്തൻ വൈബ്രേഷൻ മോട്ടോർ കൊടുക്കുന്നില്ല. പൊളിച്ചു. മോട്ടോ ഹാസ് ഡൺ എ റിയലി ഗുഡ് ജോബ് ഗൈസ്. നല്ലത് കാണുമ്പോൾ എനിക്ക് നല്ല ഫോണിനെ കുറിച്ച് നല്ലത് പറയണമെന്നുണ്ട്, ചീത്ത കാണുമ്പോൾ ഞാൻ തെറി വിളിക്കും. അപ്പം കമ്പനി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. പക്ഷേ ഇന്നേ വരെ മോട്ടോ എന്നെ ഒരു രീതിയിൽ തെറി വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, കൊള്ളാന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഐ റെസ്പെക്ട് മോട്ടോ ഫോർ ദാറ്റ്. അത് ഞാൻ പറയുന്നുണ്ട്. ഓവറോൾ ഗൈസ്, എനിക്ക് തോന്നിയ സാധനമാണ്, എല്ലാം കൂടെ കിട്ടുന്ന ഒരു നല്ല പാക്കേജാണിത്. ആൻഡ് മിലിറ്ററി സ്റ്റാൻഡേർഡ് കംപ്ലയൻസും ക്യൂട്ട് ലുക്കും അടിപൊളി ക്യാമറ സിസ്റ്റവും നല്ല പ്രോസസ്സറും നല്ല ബാറ്ററി ലൈഫും സൂപ്പർ ഡിസ്പ്ലേയും നല്ല സ്പീക്കർ സിസ്റ്റവും അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള ക്ലീൻ മിനിമം സ്റ്റോക്ക് UI-യും. വാട്ട് മോർ ഡു യു നീഡ് ഫോർ 40,000 രൂപ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണം, കൂടുതൽ വേണമെന്നുണ്ട്, പക്ഷേ കൂടുതലൊന്നും കിട്ടത്തില്ല. 40,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫോണുകളിലൊന്നും ഇതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛൻ ഞാൻ മേടിച്ചു കൊടുത്തത്. സോ ഗൈസ്, ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു. എല്ലാവരും ഓണമായിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. വലിയ ദുരന്തവും പ്രളയവും ഒന്നും ആവുമെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങോട്ടൊന്നും പോയില്ല. ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കൂ. എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് കിടന്നുറങ്ങൂ, എൻജോയ് ചെയ്യൂ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു. ബൈ. ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയാനുണ്ട്. എഗെയിൻ, ഞാൻ ഈ ഫോൺ മേടിച്ചത് ട്വിൻസ് മൊബൈൽസ് പട്ടത്തൂന്നാ. നിങ്ങൾക്ക് അവിടെ പോവുകയാണെങ്കിൽ അവിടെ പോയി മേടിക്കാം. അവിടെ 2-3 സാമ്പിൾ ഇടുമ്പോഴൊക്കെ ഉണ്ട്. എനിക്ക് അതിൽ നിന്ന് ഒരു കമ്മീഷനും കിട്ടത്തില്ല. അവിടെ സ്ഥാനം എപ്പോഴും റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് പറഞ്ഞു തന്നേളൂ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ഹാപ്പി ഓണം. ബൈ. ലവ് യു.